കഴിയുമ്പോൾ അവർക്ക് ജീവിക്കുവാനുള്ളൊരു പെൻഷൻ നൽകണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അത് 1600 അല്ല, മിനിമം 10,000 രൂപയെങ്കിലും പെൻഷൻ കൊടുക്കണം. നിങ്ങളറിയാം, ഇവിടെ ഉദ്യോഗസ്ഥർക്കും മറ്റു മന്ത്രിമാർക്കും പോലും പെൻഷനും നിങ്ങൾ ചിന്തിച്ചേക്കാം. ഞങ്ങൾ പറയുന്ന തീർച്ചയായിട്ടും ഈ 10,000 പെൻഷൻ കൊടുക്കാനായിട്ട് കഴിയും. നമ്മുടെ നികുതി വെള്ളക്കുപ്പി കഴിച്ചില്ല. വെള്ളക്കുപ്പി ഇല്ല ഇല്ല. സാമ്പത്തിക ആസ്തിയുണ്ടോ? രാജ്യത്തിന്റെ കാവലായി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിനെ കാവൽ നിൽക്കുന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന് പോലും 15 വർഷം സേവനം ചെയ്യാതെ പെൻഷനുണ്ട്. ഇവരൊരു മന്ത്രിയുടെ പ്രിയായിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന് 2.5 വർഷം കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ. ചോദ്യം ചെയ്യുന്നു. നമ്മൾ പറയുന്നു 10,000 രൂപയെങ്കിലും മിനിമം പെൻഷൻ ലഭിക്കണം. മറ്റൊരു കാര്യം കൂടെ, അധികം കൂടെ സമയത്തിൽ നമുക്ക് മഴ ഈ കാലാവസ്ഥ പ്രതികൂലമൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പെൻഷൻ ഇവിടെ ഒരു സംസാര വിഷയമായി. ഒരു മുന്നണി പറഞ്ഞു, LDF ഇവിടെ പറഞ്ഞത് 2,500 രൂപ ഈ വാർദ്ധക്യ പെൻഷൻ എത്തിക്കുമെന്ന് പറഞ്ഞു. ഉടനെ UDF പറഞ്ഞു ഞങ്ങളത് 3,000 എത്തിക്കുമെന്ന് പറഞ്ഞു. NDA പറഞ്ഞു ഞങ്ങളത് 3,500 എത്തിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഈ 2,500 എത്തിക്കുമെന്ന് പറഞ്ഞ മുന്നണി ഇന്നിവിടെ ഭരണപക്ഷത്തുണ്ട്. 3,000 എത്തിക്കുമെന്ന് പറഞ്ഞ മുന്നണി കേരളത്തിലും പ്രതിപക്ഷത്തുണ്ട്, കേന്ദ്രത്തിലും പ്രതിപക്ഷത്തുണ്ട്. 3,500 കൊടുക്കുമെന്ന് പറഞ്ഞ മുന്നണി കേന്ദ്രത്തിൽ ഭരണപക്ഷത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സാധാരണക്കാരുടെ പെൻഷൻ ഇപ്പോഴും